എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ചാർജ് എന്താണെന്ന്, അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഉടനീളം നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. റെസ്റ്റിലിരിക്കുന്ന ചാർജ് പറഞ്ഞാൽ ചാർജ് എവിടെയാണോ വെച്ചിട്ടുള്ളത് അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ തൊട്ടാണ് ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ചാർജുകൾ തമ്മിൽ എന്തായാലും ഫോഴ്സ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഫോഴ്സ് എപ്പോഴും റിപ്പൽഷൻ ആയിരിക്കും. അൺലൈക്ക് ചാർജസ് ആണെങ്കിലോ ഫോഴ്സ് അട്രാക്ഷൻ ആയിരിക്കും. ഈ ഫോഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം വരുന്നത് കൂളംസ് ലോയിലേക്കാണ്. കൂളം എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിസിസ്റ്റാണ് കൂളം. അദ്ദേഹം രൂപപ്പെടുത്തിയ ഒരു നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, രണ്ട് ചാർജസ് ഉണ്ട്, രണ്ട് പോയിന്റ് ചാർജസ്. ലെറ്റ് us take 2 point charges Q1 ആൻഡ് Q2. പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചാർജായി. സോ വി ഹാവ് 2 point charges Q1 ആൻഡ് Q2. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r. ഈ രണ്ട് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. ചാർജ് കൂടുമ്പോൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും, ഫോഴ്സ് കൂടും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കൂളംസ് ലോ പ്രകാരം ഈ ഫോഴ്സ് എപ്പോഴും ചാർജിൻ്റെ ഗുണനഫലത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, നേരനുപാതത്തിലാണ്. അതുപോലെ അവ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ക്ലിയർ ആണല്ലോ? സോ ഐ എം stating Coulomb's law. What is Coulomb's law? Coulomb's law states that the force of attraction or repulsion between 2 point charges is directly proportional to the product of the charges and inversely proportional to square of the distance between them. This force acts along the line joining two charges. ഈ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഈ രണ്ട് ചാർജുകൾ തമ്മിൽ വരയ്ക്കുന്ന ലൈനിലൂടെയാണ്. ഓക്കെ, ഇനി ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. വി ഹാവ് 2 point ചാർജസ്. ഇത് ഒന്നാമത്തെ ചാർജാണ്, Q1 ആണ്. രണ്ടാമത്തെ ചാർജ്, രണ്ടും പോസിറ്റീവ് ചാർജുകളാണ്. രണ്ടാമത്തെ ചാർജ് Q2. ഇവ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? ഈ ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ r ആണ്. ഓക്കെ, ഇപ്പോൾ കൂളംസ് ലോ പ്രകാരം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2. അതുപോലെ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ചാർജ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. ഇതിനെ കമ്പൈൻ ചെയ്യാണ്. F ഈസ് പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 ഡിവൈഡഡ് ബൈ r². ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റണം. നമുക്ക് എന്ത് വേണം? ഒരു കോൺസ്റ്റന്റ് വേണം. ഓക്കെ, സോ F ഈസ് ഈക്വൽ ടു ആ കോൺസ്റ്റന്റ് ആണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ ഞാൻ ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഈ മീഡിയം എന്ന് പറയുന്നത് എന്താണ്? എയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ. ഓക്കെ, സറൗണ്ടിങ് മീഡിയം ഓർ ഇൻ്റർവെനിങ് മീഡിയം ബിറ്റ്വീൻ 2 ചാർജസ് ഈസ് എയർ. അപ്പോൾ ഞാനിവിടെ എയർ എന്ന് എഴുതുകയാണ്. രണ്ട് ചാർജസും എയറിലായതുകൊണ്ട് ആ ഫോഴ്സ് F എയർ എന്ന് ഡിനോട്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ കോൺസ്റ്റന്റ് 1/4πε0. ഗ്രീക്ക് ലെറ്റർ ആണ് കേട്ടോ, നമ്മൾ പരിചയപ്പെടാത്ത ഒരു ക്വാണ്ടിറ്റിയാണ് ε0. എന്താ ε0 എന്ന് പറഞ്ഞാൽ? ε0 എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർമിറ്റിവിറ്റി. എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് എയർ. പെർമിറ്റിവിറ്റി ഓഫ് എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ്, വാക്യൂം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും.
ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇത് കോൺസ്റ്റൻ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അതിൽ 4ഉം 5ഉം കോൺസ്റ്റൻ്റ് തന്നെയാണ്. എപ്സിലൺ 0 ഈസ് എ കോൺസ്റ്റൻ്റ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം. രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് ഈ എപ്സിലൺ 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീഡിയം മാറുമ്പം ഈ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുമെന്നർത്ഥം. ക്ലിയർ ആണോ? ഫോഴ്സ് 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെയാണ്? 1 ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. ചാർജ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. 2 ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അതുപോലെ ഈ 2 ചാർജുകൾക്കിടയ്ക്കുള്ള മീഡിയം എന്താണ്, അതിനനുസരിച്ച് ഫോഴ്സ് ചേഞ്ച് ചെയ്യും. ഇത്രയാണ് കൂളംസ് ലോയിൽ നമ്മൾ പറയുന്നത്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ എപ്സിലൺ 0ൻ്റെ വാല്യൂ, എയറിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലൺ 0 എത്രയാണ്? അതും നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു വാല്യൂ ആണ്. 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. -12 ആണ്. എന്തൊക്കെയാണ് വരിക? യൂണിറ്റ് കൂളം സ്ക്വയർ, മീറ്റർ റേസ് ടു -2, ന്യൂട്ടൺ റേസ് ടു -1 വരും. ഇക്വേഷൻ കിട്ടും കേട്ടോ, യൂണിറ്റ് ഇക്വേഷൻ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് കാണാതെ പഠിക്കുക. 8.85 ഇൻറ്റു 10 റേസ് ടു -12. ഇത് വെച്ചിട്ട് നമ്മളെ ഈ കോൺസ്റ്റൻ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഏതാ കോൺസ്റ്റൻ്റ്? 1/4π എപ്സിലൺ 0 എന്നുള്ള കോൺസ്റ്റൻ്റ് ചെയ്ത് നോക്കി എത്ര കിട്ടുക അറിയോ നിങ്ങൾക്ക്? 9 ഇൻറ്റു 10 റേസ് ടു 9 c റേസ് ടു -2 മീറ്റർ സ്ക്വയർ ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ എഫ് എയർ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എഫ് എയർ ചാർജസ് എയറിലാണെങ്കിൽ എഫ് എയർ ഈസ് ഈക്വൽ ടു ഈ കോൺസ്റ്റന്റിന് പകരം എന്തെഴുതാൻ പറ്റും? 9 ഇൻറ്റു 10 റേസ് ടു 9 എന്ന് എഴുതാം. പിന്നെ ബാക്കി എന്താ? Q1 Q2 ബൈ r². 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ മതി. ഓക്കെ, 2 ചാർജസ്, 2 പോയിന്റ് ചാർജസ് നോക്കൂ. ഇത് 1 കൂളം ചാർജാണ്. വേറൊരു ചാർജ്. ഇത് തമ്മിലുള്ള അകലം എത്രയാണ്? 1 മീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഈ 2 1 കൂളം ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ്? ഇത് സ്ട്രോങ് ഫോഴ്സ് ആണോ, വീക്ക് ഫോഴ്സ് ആണോ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എന്തെഴുതിയാൽ മതി? എഫ് എയർ ഈസ് ഈക്വൽ ടു എന്താണ്? 9 ഇൻറ്റു 10 റേസ് ടു 9 ഇൻറ്റു Q1 Q2 എത്രയാണ്? Q1 1 ആണ്, Q2 1 ആണ്, ബൈ എന്തോരും? r². 1 മീറ്റർ ആണ്. അപ്പോൾ എന്തോരും? 1². ഇത് ചെയ്താൽ എന്താ കിട്ടുക? 9 ഇൻറ്റു 10 റേസ് ടു 9 ന്യൂട്ടൺ എന്ന് വരും. അപ്പോൾ 1 മീറ്റർ എപ്പാർട്ടുള്ള 1 കൂളം ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഏതാണ്? ഫോഴ്സ് റിപ്പൽസീവ് ആയിരിക്കും. കാരണം രണ്ടും എന്താണ്? പോസിറ്റീവ് ചാർജുകളാണ്. ഓക്കെ, ആ ഫോഴ്സ് ഇത്രയും ന്യൂട്ടൺ ആണ്. വളരെ വലിയൊരു ഫോഴ്സാണ് കേട്ടോ. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാളൊക്കെ എത്രയോ സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കൂ. നമ്മളിപ്പോൾ ഗ്രീക്ക് ലെറ്റർ എന്നൊക്കെ പറഞ്ഞു എപ്സിലൺ 0 എന്താണ്? പെർമിറ്റിവിറ്റിയാണ്. എന്താണ് പെർമിറ്റിവിറ്റി? ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മീഡിയം ബൈ വിച്ച് ഇറ്റ് അബ്സോർബ്സ് ദ എഫക്റ്റ് ഓഫ് ചാർജ്. ഒരു മീഡിയത്തിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ബൈ വിച്ച് ഇറ്റ് അബ്സോർബ്സ് ദ എഫക്റ്റ് ഓഫ് ചാർജ്. ചാർജിൻ്റെ എഫക്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സാണ് നമ്മൾ പറയുന്നത്. ശരിക്കും ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്. കാരണം 2 ചാർജസും എന്തില്ല? കോണ്ടാക്റ്റിലല്ല, നോൺ കോണ്ടാക്ട് ഫോഴ്സാണ്. അപ്പോൾ എങ്ങനെ 1 കൂളം ചാർജ് അപ്പുറത്ത് ഇരിക്കുന്ന 1 കൂളം ചാർജിന് എന്താ ചെയ്യണം? കോവിഡ് പോലെ അദൃശ്യമായ ഒരു ശക്തി കൊണ്ട് അതിനെ അങ്ങോട്ട് റിപ്പൽ ചെയ്യാണ്. ഓക്കെ, നോക്കൂ, നമ്മൾ ഇൻവിസിബിൾ ആയിട്ടുള്ള 5 ഫിംഗേഴ്സ് കൊണ്ട് 1 കൂളം ചാർജ് എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള ചാർജിന് 5 ഫിംഗേഴ്സ് കൊണ്ട് അങ്ങോട്ട് റിപ്പൽ ചെയ്യാണ്, പുഷ് ചെയ്യാണെന്ന് വിചാരിച്ചോളൂ. എയറിലാവുമ്പോൾ 5 ഫിംഗേഴ്സ് കാണാൻ പറ്റുന്നില്ല കേട്ടോ നമുക്ക്. ഇനിയിപ്പോൾ എയർ മാറിയിട്ട് വേറൊരു മീഡിയമാണ്, വാട്ടറോ അല്ലെങ്കിൽ ഓയിൽ പോലുള്ളൊരു മീഡിയ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ആ മീഡിയം ഇതിൽ 5 ഫിംഗേഴ്സിൽ 2 ഫിംഗേഴ്സിന് എന്ത് ചെയ്യും? അതങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ എത്ര ഫിംഗേഴ്സ് ഉണ്ടാവും? 3 ഫിംഗേഴ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ക്ലിയർ ആണോ?
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കൂടുമ്പം ഫോഴ്സ് കുറയും. പെർമിറ്റിവിറ്റി ഏറ്റവും കുറവുള്ളത് എയറിനാണ്. അതുകൊണ്ട് എയറിലിരിക്കുമ്പോഴാണ് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. സോ അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. മോർ ഈസ് ദ പെർമിറ്റിവിറ്റി, ലെസ് ഈസ് ദ ഫോഴ്സ്. അല്ലെങ്കിൽ ലെസ് ഈസ് ദ പെർമിറ്റിവിറ്റി, മോർ ഈസ് ദ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ നോക്കൂ, ഈ ഇക്വേഷനിൽ പെർമിറ്റിവിറ്റി ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. പെർമിറ്റിവിറ്റി കൂടുമ്പോൾ ഫോഴ്സ് കുറയും, പെർമിറ്റിവിറ്റി കുറയുമ്പോൾ ഫോഴ്സ് കൂടുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ടേമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി? അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എപ്സിലൺ ആർ എന്നാണ്. എപ്സിലൺ ആർ അല്ലെങ്കിൽ കെ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ഹിയർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി or dielectric constant. സിമ്പിൾ നോട്ട് ചെയ്യുക, എപ്സിലൺ ആർ ഓർ കെ എന്നാണ്. എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? പെർമിറ്റിവിറ്റി റിലേറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി കേട്ടിട്ടുണ്ട് അല്ലേ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അവിടെ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. ഇവിടെ പെർമിറ്റിവിറ്റിയുടെ കേസിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ഏതാണ്? എയറിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എപ്സിലൺ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്സിലൺ ആർ എന്ന് പറയുന്നത് എപ്സിലൺ ബൈ എപ്സിലൺ 0 ആണ്. നോക്കൂ, പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ ആയതുകൊണ്ടാണ് ഇവിടെ 0 ഇട്ടിട്ടുള്ളത് കേട്ടോ. മീഡിയം ആണെങ്കിൽ എപ്സിലൺ എന്നാണ്. സോ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് എയർ. ദിസ് ഈസ് കോൾഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ക്ലിയർ ആണോ? ഇനി നമുക്ക് നേരത്തെ ഞാൻ എഴുതിയ ഇക്വേഷൻസ് ആണ്. എഫ് എയർ എത്രയാണ്? എഫ് എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0 Q1 Q2 ബൈ R². ഇനി എയർ അല്ല, ഈ രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള സ്പേസിൽ ഒരു മീഡിയം ഉണ്ടെന്ന് വിചാരിക്കുക. വാട്ടറോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ ഇതിനെ എയറിന് പകരം ഇവിടെ മീഡിയം എന്ന് എഴുതുകയാണ്. സോ 1/4 മാറ്റില്ല, പൈക്ക് മാറ്റില്ല. എപ്സിലൺ 0 പകരം എന്ത് എഴുതണം? നമ്മൾ എപ്സിലൺ എന്ന് എഴുതണം. വാട്ട് ഈസ് എപ്സിലൺ? എപ്സിലൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അത് ഏതാണോ, വാട്ടർ ആണെങ്കിൽ അതിൻ്റെ പെർമിറ്റിവിറ്റി. ഓക്കെ, ബാക്കി Q1 Q2 ഡിവൈഡഡ് ബൈ R² എന്ന് വരും. ഇനി ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി മോഡിഫൈ ചെയ്യാണ്. ഇവിടെ നോക്കൂ, എപ്സിലൺ, വാട്ട് ഈസ് എപ്സിലൺ? എപ്സിലൺ ഈസ് ഈക്വൽ ടു എപ്സിലൺ ആർ ഇൻറ്റു എപ്സിലൺ 0. എപ്സിലൺ ഈസ് ഈക്വൽ ടു എപ്സിലൺ ആർ ഇൻറ്റു എപ്സിലൺ 0. ഞാനിവിടെ ഇതിൽ 1/4π എപ്സിലണിന് പകരം എന്തെഴുതണം? എപ്സിലൺ ആർ എപ്സിലൺ 0 Q1 Q2 ബൈ R². ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കൂ. ഏതൊക്കെയാണ്? എഫ് എയർ ബൈ എഫ് മീഡിയം. എഫ് എയർ ഡിവൈഡഡ് ബൈ എഫ് മീഡിയം എന്ത് കിട്ടും നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലൺ ആർ എന്ന് കിട്ടും. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം: എയറിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ മീഡിയത്തിലുള്ള ഫോഴ്സ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ബൈ എയറിൻ്റെ പെർമിറ്റിവിറ്റി. രണ്ടും സെയിം ക്വാണ്ടിറ്റിയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് എന്തുണ്ടാവില്ല? യൂണിറ്റ് ക്യാൻസൽ ആവും, ഡയമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എയറിനും അതുപോലെ ഫ്രീ സ്പേസിനും ഒക്കെ എപ്സിലൺ ആറിൻ്റെ വാല്യൂ 1 ആണ്. ഫോർ എയർ ആൻഡ് ഫ്രീ സ്പേസ് ഓഫ് വാക്വം എപ്സിലൺ ആർ ഇസ് ഈക്വൽ ടു 1. ഫോർ വാട്ടറിന് എപ്സിലൺ ആറിൻ്റെ വാല്യൂ 80 ആണ്. അപ്പോൾ നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, എയറിലായിരിക്കുമ്പോൾ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്,
ഇതേ സിസ്റ്റം നമ്മൾ വാട്ടറിൽ വെക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് എത്രയായിരിക്കും? ഏത് ഫോഴ്സാണ് കൂടുതൽ? എയറിലാവുമ്പോഴാണ് ഫോഴ്സ് മാക്സിമം ഉണ്ടാവുക. ഇതേ സിസ്റ്റം സെയിം ഡിസ്റ്റൻസിൽ ഈ സിസ്റ്റം തന്നെ വാട്ടറിൽ വെക്കുകയാണെങ്കിൽ ഫോഴ്സ് കുറയും. എത്ര ടൈംസാണ് കുറയുക? എത്ര ടൈംസ് കുറയും? നോക്കൂ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഈ ഇക്വേഷൻ ഞാൻ പോവാണ്. വാട്ട് ഈസ് എഫ് മീഡിയം? എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എന്ത് വരും? എഫ് എയർ ബൈ എപ്സിലൺ ആർ എന്ന് വരും. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ് എയർ ബൈ എപ്സിലൺ ആർ. എഫ് മീഡിയം ഈക്വൽസ് എഫ് എയർ ഡിവൈഡഡ് ബൈ എപ്സിലൺ ആർ. ഓക്കെ, അപ്പോൾ വാട്ടർ ആണെങ്കിൽ എന്ത് വരും? എഫ് മീഡിയത്തിന് പകരം ഞാൻ വാട്ടർ എന്ന് എഴുതി. എഫ് എയർ എത്രയാണ് പറഞ്ഞത്? നമ്മളിപ്പോൾ എക്സാമ്പിളിൽ പറഞ്ഞ 10 ന്യൂട്ടൺ ആണ്. അപ്പോൾ 10 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്രയാണ്? 80 ആണ്. സോ വാട്ട് വിൽ ബി ദ ഫോഴ്സ്? 10/80 എന്ന് പറയും. അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 80 ടൈംസ് റെഡ്യൂസ് ചെയ്യും. 80 മടങ്ങ് കുറവായിരിക്കും. 80 ടൈംസ് ലെസ് ആയിരിക്കും ഫോഴ്സ് വാട്ടറിലാവുമ്പോൾ. ക്ലിയർ ആണോ? ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇനി നമ്മൾ കൂളംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. കൂളംസ് ലോയിൽ ഇലക്ട്രിക് ചാർജസിനിടയ്ക്കുള്ള ഫോഴ്സാണ് പറയുന്നത്. ഫോഴ്സ് ഈസ് എ വെക്റ്റർ. സോ ഇറ്റ് ഷുഡ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും. ഇപ്പോൾ കൂളംസ് ലോയിൽ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമാണ്. എന്താ മാഗ്നിറ്റ്യൂഡ്? 1/4πε0 Q1 Q2/r². മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഓക്കെ, ഇനി എന്തുകൂടി വേണം? ഡയറക്ഷൻ കൂടി പറയണം. ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക? ഡയറക്ഷൻ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് വെക്ടേഴ്സാണ്. നമ്മൾ +1 പഠിച്ച യൂണിറ്റ് വെക്ടർ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറാണ്. ക്യാപ്പ് ഇട്ടിട്ടാണ് അല്ലേ? ആർ ക്യാപ്പ്, എൻ ക്യാപ്പ് എന്നൊക്കെ പറയാറുണ്ട്. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് എഴുതുക, അതിൻ്റെ കൂടെ ഒരു ഡയറക്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ വെക്ടറായി അല്ലേ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരുമ്പോൾ മൊത്തത്തിൽ ഹോൾ വെക്ടറായി. ഓക്കെ, വീണ്ടും നമ്മൾ പഴയ സിസ്റ്റം തന്നെ എടുക്കുന്നു. കൂളംസ് ലോ ഇൻ വെക്ടർ ഫോം. നോക്കൂ, സെയിം സിസ്റ്റമാണ്. പോയിന്റ് ചാർജസ് Q1, രണ്ടാമത്തെ ചാർജ് Q2. ഇപ്പോൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ, രണ്ടും പോസിറ്റീവ് ചാർജ് ആട്ടോ, രണ്ടും പോസിറ്റീവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവും? റിപ്പൽഷനാണ് ഇവിടെ. Q1 Q2നെ റിപ്പൽ ചെയ്യും, Q2നെ അങ്ങോട്ട് പുഷ് ചെയ്യും. തിരിച്ച് Q2 Q1നെ റിപ്പൽ ചെയ്യും. ഇപ്പോൾ രണ്ട് ഫോഴ്സ് ഒരേ സമയം ആക്ട് ചെയ്യും. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും, പക്ഷെ ക്യാൻസൽ ആവില്ല. എന്തുകൊണ്ടാ? ഇത് രണ്ടും ആക്ട് ചെയ്യുന്നത് രണ്ട് ചാർജിലാണ്. ഒന്ന് Q2ലാണെങ്കിൽ മറ്റത് Q1ലാണ്. സോ ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് നോക്കൂ. Q1 Q2നെ റിപ്പൽ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഫോഴ്സ് വരിക. ഞാൻ ഇവിടെ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല, ഇവിടെ മാർക്ക് ചെയ്യണത്. That is, this force is denoted by F21. What is F21? Force on Q2 by Q1. F21. എവിടെ നിന്ന് എങ്ങോട്ടാണ്? 1ൽ നിന്ന് 2ലേക്കാണ്. Similarly, there is another force that is acting from Q2 to Q1, pointing from Q2 to Q1. ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്. Q2 Q1നെ റിപ്പൽ ചെയ്യും. ഈ ഫോഴ്സ് എന്തായിരിക്കും? F12 vector. What is F12? Force on Q1 by Q2. രണ്ട് ഫോഴ്സ് ഉണ്ട്. F12 ഉണ്ട്, F21 ഉണ്ട്. റിപ്പൽഷൻ ആണ് വരുന്നത്. Let us write the equation for F21. What is F21? F21 vector is equal to, ആദ്യം നമ്മൾ മാഗ്നിറ്റ്യൂഡ് എഴുതണം, പിന്നെ ഡയറക്ഷൻ എഴുതണം അല്ലേ? മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? എയർ ആണ്, മീഡിയം എന്ന് വിചാരിക്കുക. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R². ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ഡയറക്ഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ ഹോൾ വെക്ടറായി. എന്താ ഡയറക്ഷൻ എഴുതുന്നത്? ഐ എം റൈറ്റിംഗ് ഹിയർ R12 ക്യാപ്പ് എന്ന് എഴുതാണ്. R12 ക്യാപ്പ്. വാട്ട് ഈസ് R12 ക്യാപ്പ്? യൂണിറ്റ് വെക്ടർ പോയിന്റിംഗ് ഫ്രം Q1 to Q2.
എങ്ങോട്ടാ പോയിന്റ് ചെയ്യുന്നത്? Q1 ൽ നിന്ന് Q2 ലേക്ക്. R12 cap. It is the unit vector pointing from 1 to 2, Q1 to Q2. The magnitude, direction, the whole vector. രണ്ടാമത്തെ ഫോഴ്സോ, that is F12, vector F12. I am writing the magnitude 1 by 4 pi epsilon 0 Q1 Q2 by R square. Same magnitude ആണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഡയറക്ഷനോ, ഡയറക്ഷൻ Q2 ൽ നിന്ന് Q1 ലേക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? R21 cap എന്ന് എഴുതാം. What is R21 cap? It is the unit vector pointing from Q2 to Q1, Q2 to Q1. അപ്പോൾ ഇതിൽ ആകെ ഒരു വ്യത്യാസം ഈ യൂണിറ്റ് വെക്ടേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റാണ്. ശരിയാണോ? R21 ഇങ്ങോട്ടാണ്, R12 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഡയറക്ഷനിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് R21 cap is equal to minus R12 cap. അല്ല, യൂണിറ്റ് വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡ് വൈസ് ദേ ആർ ഈക്വൽ, ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തു. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഇതിൽ എന്താ കിട്ടുക നമുക്ക്? ഈ ഫോഴ്സിൽ വ്യത്യാസം എന്താണ്? ഈ രണ്ട് ഫോഴ്സും ഒരേപോലത്തെ ഫോഴ്സാണ്. മാഗ്നിറ്റ്യൂഡ് വൈസ് ദേ ആർ ഈക്വൽ, ഓൺലി ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. ഡയറക്ഷൻ മാത്രമേ അതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. F12 ഈസ് ഈക്വൽ ടു മൈനസ് F21, അല്ലെങ്കിൽ F21 ഈസ് ഈക്വൽ ടു മൈനസ് F12. ബോത്ത് ഫോഴ്സസ് ആർ ഈക്വൽ, ബട്ട് ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ സിൻസ് ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറെൻറ്റ് ചാർജസ്. റൈറ്റ്? ഓക്കെ, സോ വി ക്യാൻ സേ കൂളംസ് ലോ ഒബേസ് നമ്മൾ നേരത്തെ +1 പഠിച്ചിട്ടുള്ള ന്യൂട്ടൺസ് തേർഡ് ലോ. റൈറ്റിംഗ് ഹിയർ F21 is equal to minus F12 vector. Both forces are equal, magnitude is equal, but direction is opposite, so there is a minus sign. So Coulomb's law obeys the force of obeys Newton's third law. Okay, അപ്പോൾ എല്ലാവരും പിന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.